എജ്യൂവേഴ്സ് PSCയിലേക്ക് സ്വാഗതം. 2025 ജൂൺ 21, 23 കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത്. ആദ്യമായി ജൂൺ 19 സിക്കിൾ സെൽ രോഗത്തിനുള്ള അന്താരാഷ്ട്ര അവബോധ ദിനം. 2025 പ്രമേയം ആഗോള പ്രവർത്തനം, പ്രാദേശിക സ്വാധീനം, ഫലപ്രദമായ സ്വയംവാദത്തിനുള്ള സമൂഹങ്ങളെ ശാക്തീകരിക്കൽ. ജൂൺ 20 ലോക അഭയാർത്ഥി ദിനം. 2025 പ്രമേയം അഭയാർത്ഥികളോട് ഐക്യദാർഢ്യം. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ജൂൺ 21. 2025 പ്രമേയം ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ. വേദി വിശാഖപട്ടണം. ജൂൺ 21 ലോക സംഗീത ദിനം. ജൂൺ 21 മറ്റൊരു ദിനം കൂടിയുണ്ട്, ലോക ജിറാഫ് ദിനം. ജൂൺ 22 ലോക മഴക്കാട് ദിനം. 2025 പ്രമേയം വനങ്ങളും ഭക്ഷണവും. അടുത്തത് സംസ്ഥാന സർക്കാരിൻ്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത്. 2021 പുരസ്കാരം KG പരമേശ്വരൻ നായർക്കും 2022 പുരസ്കാരം കവിയും മാധ്യമപ്രവർത്തകനുമായ ഏഴാച്ചേരി രാമചന്ദ്രനും 2023 N അശോകനും ലഭിച്ചു. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. അടുത്തത് രാജ്യത്തെ ഏറ്റവും വിലയേറിയ സാഹിത്യ പുരസ്കാരമായ JCB സാഹിത്യ പുരസ്കാരം നിർത്തലാക്കി. ആദ്യ വിജയി ബെന്യാമൻ. 2018 അദ്ദേഹത്തിന് ലഭിച്ചത്. 2024 വിജയി ഉപമന്യു ചാറ്റർജി. JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷനാണ് പുരസ്കാരം നൽകിയിരുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഫിക്ഷൻ കൃതികൾക്കാണ് പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നത്. 25 ലക്ഷം രൂപയും ശില്പവുമാണ് അവാർഡ്. മീശ വിവർത്തനം ചെയ്തപ്പോൾ S ഹരീഷിനും ഡൽഹി ഗാഥകൾ വിവർത്തനം ചെയ്തപ്പോൾ M മുകുന്ദനും ഈ പുരസ്കാരം നേടിയിട്ടുണ്ട്. അടുത്തത് സഹകരണ സംഘത്തിൻ്റെ രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി സഹകാർ ടാക്സി. കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിയെ ഓർമ്മിക്കണം, അമിത് ഷാ. കേരള സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. ടാക്സിയുടെ പേര് സഹകാർ ടാക്സി. അടുത്തത് സ്കൂൾ വിദ്യാഭ്യാസ നിലവാര ഗ്രേഡിംഗ് പട്ടികയിൽ ഒന്നാമതെത്തിയത് ചണ്ഡീഗഡ്. കേരളം 2ാം സ്ഥാനത്ത്. അടുത്തത് മാരക രോഗികൾക്ക് ദയാവധം നിയമവിധേയമാക്കി UK പ്രധാനമന്ത്രിയുടെ പേര് ഓർമ്മിക്കണം, കെയർ സ്റ്റാർമർ. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ഹൈഡ്രജൻ ഇന്ധന സെൽ ബസ്സുകൾ ലഡാക്കിലെ ലേയിൽ പുറത്തിറക്കി. അടുത്തത് തിരുവനന്തപുരത്ത് വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് വെള്ളയമ്പലം. ബംഗാളി സാഹിത്യകാരൻ പ്രഫുല്ല റോയ് അന്തരിച്ചു. വനമുനി എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സംരക്ഷണ പ്രവർത്തകനും മറാഠി എഴുത്തുകാരനുമായ മാരുതി ചിദംപള്ളിയും അന്തരിച്ചു. 1 ബംഗാളി സാഹിത്യകാരൻ പ്രഫുല്ല റോയ്, 2 വനമുനി എന്നറിയപ്പെട്ടിരുന്ന മറാഠി എഴുത്തുകാരനുമായിരുന്ന മാരുതി ചിദംപള്ളി. ഇനി നമുക്ക് ഇന്നത്തെ അഡീഷണൽ പോയിന്റ്സ് നോക്കാം. 2025 പാരീസ് ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് സ്വർണം. 88.16 മീറ്ററാണ്. അടുത്തത് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തിൻ്റെ പേര്. അടുത്തത് ലഹരിക്കെതിരെയുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ശില്പം തൃശ്ശൂരിൽ. അടുത്തത് 27ാമത് ഷാങ്ഹായ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി മീനാക്ഷി ജയൻ. ഷാങ്ഹായ് നടിച്ചത് ഓട്ടോ കറക്റ്റ് വന്നിട്ട് ശാഖ നായതാണ്, ക്ഷമിക്കണം. ഏഷ്യൻ ന്യൂ ടാലന്റ് വിഭാഗത്തിൽ ശിവരഞ്ജിനി സംവിധാനം ചെയ്ത വിക്ടോറിയയിലെ പ്രകടനത്തിനാണ് പുരസ്കാരം. അടുത്തത് ഇന്നത്തെ ചോദ്യം. 51ാമത് G7 ഉച്ചകോടിയുടെ വേദി. ബ്രസീൽ, USA, ദക്ഷിണാഫ്രിക്ക, കാനഡ. ശരിയുത്തരം കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12 ശരിയുത്തരം. താങ്ക് യു.